സർ, രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ് നമ്മുടെ കൃഷി വകുപ്പ്. കാരണം ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപവും തെളിക്കണം എന്നുള്ള രാജ്ഭവന്റെ നിലപാട്. രാജ്ഭവനിൽ നമുക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ട് ഗവർണറാണ്. അപ്പോൾ അത് നമ്മുടെ കൃഷി മന്ത്രിക്ക് അങ്ങോട്ട് രസിച്ചില്ല. അപ്പോൾ അദ്ദേഹം അത് ഒഴിവാക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് വിളക്ക് കൊളുത്തുന്നതിന് എന്താ കുഴപ്പമെന്താ? ഭാരതാംബയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ അത് ഭൂമിദേവി എന്നുള്ള രീതിയിൽ തന്നെ സങ്കല്പിക്കാമല്ലോ, അല്ലേ? ഇതിനെയൊക്കെ ഇവർ ഒരുതരം ഈ സംഘി ലൈനിലങ്ങ് കാണുക. കാവി ഉടുത്താൽ സംഖ്യയാക്കും അവനെ, അറിയാമോ? കറുപ്പുടുത്താലും ഏകദേശം അതുപോലെ ആകും. കറുപ്പ് മാറ്റി നിർത്തും, കാവി ഉടുത്താൽ സംഖ്യയാക്കും. പിന്നെ അതുപോലെ ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുകയാണെങ്കിലും സംഖ്യയാണല്ലേ. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നവനെ സംഖ്യയാക്കും, പള്ളി പോകുന്നവനെ അവനാരാണെന്ന് പറയും അവർ, ഇല്ലല്ലോ. അപ്പോൾ അത്തരത്തിലൊരു സ്വഭാവമാണ്. വിളക്ക് കൊളുത്തിയാൽ അത് അല്ല, CPM പാർട്ടിയുടെ പല കാര്യങ്ങളിലും വിളക്ക് കൊളുത്തി തന്നെയാണ് അവർ പല ഉദ്ഘാടനങ്ങളും പല ഇതും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം പ്രവേശനോത്സവമായാലും എന്തായാലും തിരിതെളിക്ക് വിളക്ക് കൊളുത്തുക എന്ന് പറയുന്നത് അത് വലിയൊരു ഇതല്ല. ഇപ്പം മിക്ക ഉദ്ഘാടനങ്ങളും കാണാറുണ്ട്. അതിനൊക്കെ ഈ ഒരു മതപരമായിട്ടുള്ള രീതിയിൽ പോകുന്നതിനോട് യോജിക്കുന്നുണ്ടോ സാർ? ഇത് പൊതുവെ ഒന്ന് മുദ്ര കുത്തി വെച്ചിരിക്കുകയാണ് ഭാരതാംബ. ഭാരതാംബ എന്തോ ഹിന്ദുവിന്റെ മാത്രം. ഭാരതം എന്ന് പറയുന്നത് ഒരു എപ്പോഴും ഭൂമിയായിട്ടാണ്, ഭൂമി ദേവിയായിട്ടാണ്, അല്ലെങ്കിൽ ഭൂമി ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ RSSകാരൻ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ വിട്ടിരിക്കുന്നതാണല്ലോ ഗവർണർ. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അത് അദ്ദേഹത്തിന്റെ സങ്കല്പമായിരിക്കും. ഒരു പക്ഷേ CPM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അവര് പൊതുവെ ഈ ഈശ്വര വിശ്വാസികളൊന്നും അല്ല എന്നാണ് പുറമേ പറയുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഈ പറഞ്ഞോണം CPM പാർട്ടി തന്നെയാണ്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിശദമായിട്ട് സാറിന് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പൊ ഭാരതം എന്ന് അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീയുടെ ഇതായിട്ടാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. ഭൂമിയെ ദേവിയായിട്ടാണ്, ഭാരതാംബ എന്നുള്ള ഭൂമി ദേവിയായിട്ട് തന്നെയാണ്. അപ്പം അതിന്റെ ഒരു ചിത്രത്തിൽ വിളക്ക് കൊടുത്തുന്നത് ഇപ്പൊ ഗവർണറുടെ ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ഇതിൽ പറയുന്നത്. അതിലൊരു വിളക്ക് കൊളുത്തി അല്ലെങ്കിൽ ഈ ഒരു പരിസ്ഥിതി ദിനാഘോഷത്തിന് അദ്ദേഹത്തിന് ഈ പച്ചക്കറികളോ എന്തൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയൊക്കെ ഇരുന്നതാണ്, അദ്ദേഹത്തിനെ ഒന്ന് ആദരിക്കത്തക്ക രീതിയിൽ. അപ്പൊ അതിൻ്റെതായ രീതി അദ്ദേഹത്തിന്റെ അങ്ങോട്ടല്ലേ ചെന്നത്, കൃഷിമന്ത്രിയുടെ വീട്ടിലോട്ടല്ലല്ലോ പോയത്, ഗവർണർ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ വസതിയിലോട്ടല്ലേ ചെല്ലുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളല്ലേ. അപ്പൊ അതിനോട് യോജിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നാളെ ശബരിമല ഇപ്പോഴത്തെ കൃഷിമന്ത്രി നാളെ ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് മന്ത്രിയാവും, ശബരിമല കയറണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഷർട്ട് ഊരി ഈ പറഞ്ഞ ചെരുപ്പിടാതെ തന്നെ അവിടെ കയറേണ്ടി വരും, അല്ലേ? കയറിയ വിവരം അറിയൂല്ലേ സാറ്? കൂടുതലും ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനി പോട്ട് വേറെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെരുപ്പിട്ട് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് ഇദ്ദേഹം കയറിയാൽ വിവരം അറിയത്തില്ലേ? വിവരം അറിയുക തന്നെ ചെയ്യാം. അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ AKG സെന്ററിൽ എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് കയറാം, കുഴപ്പമില്ല. പക്ഷേ AKG സെന്ററിന്റെ കാര്യം വന്നപ്പോഴാണ് MV ഗോവിന്ദൻ മാഷ് എത്ര തവണ പൂജാരിയെ പോയി കണ്ട് 10-ാം ഉദയത്തിന് നാളെ കുറിച്ചിട്ടാണ് AKG സെന്ററിന്റെ പൂജ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തഞ്ചാവൂരുള്ള ക്ഷേത്രത്തിൽ പോയതും വാർത്തകളിലൊക്കെ നിറഞ്ഞതാണ്. അപ്പോൾ ഈശ്വര വിശ്വാസമൊന്നും ഇല്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ പറയുമ്പോഴും ഇവർക്കൊക്കെ AKG സെന്റർ എന്ന് പറയുന്നത് ഈ പറഞ്ഞോണം ഇതേ സർക്കാരിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന മന്ദിരം തന്നെയാണല്ലോ. അവിടെ പോയി പൂജാരിയെ കണ്ടിട്ട് നാളെ കുറിക്കാമെന്നുണ്ടെങ്കിൽ പരിസ്ഥിതി ദിനാഘോഷത്തിന് ഭാരതാംബയുടെ ചിത്രത്തിൽ ഒരു വിളക്ക് കൊളുത്തി എന്ന് പറഞ്ഞാൽ അതും AKG സെന്ററിലല്ല, ഗവർണർ താമസിക്കുന്ന അല്ലെ അദ്ദേഹത്തിന് വിശ്വാസമുള്ള ഒരിടത്ത് ഇവര് ചെല്ലുമ്പോൾ, അതിഥിയായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഇത്തരത്തിൽ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഈ വൃക്ഷം അതുപോലെ സസ്യലതാദികൾ എന്നൊക്കെ പറയുന്നത് ഭൂമിയുടെ കുടയാണത്. ഭൂമിദേവിയുടെ കുടയാണത്. ഈ ഭൂമിദേവിക്ക് മക്കൾക്കൊക്കെ നമ്മൾ മക്കളാണ്. ഭൂമിദേവിക്ക് മാതൃസ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ONV കുറുപ്പിൻ്റെ കവിത തന്നെ ഉണ്ട്, അമ്മ എന്ന് പറയുന്ന കവിതയൊക്കെ. അതിൽ ഈ കാണക്കാണ വയസ്സാവുന്നു മക്കൾക്കല്ല, അമ്മയ്ക്കിന്നും പുതുലാവണ്യം
എന്നാണ് പറയുന്നത്. മക്കളായ നമ്മളിങ്ങനെ പ്രായം കൂടി ഒക്കെ വരും. പക്ഷേ ഭൂമിദേവിക്ക് അന്നും ഇന്നും പുതുലാവണ്യം തന്നെ, ആ യൗവനത തന്നെ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഈ ഭൂമിയെക്കുറിച്ച് തന്നെ ONV പിന്നീട് എഴുതുകയും ചെയ്തു, ഭൂമിക്കൊരു ചരമഗീതം. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നെ ആസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇത് നിന്റെ എൻ്റെയും ചരമഗീതം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം എന്ന് വെച്ചാൽ മനുഷ്യൻ ഇത് മുഴുവൻ നശിപ്പിച്ചതിനെ പറ്റി ആണ്. അതിന് ഞാൻ ഒരു ചരമഗീതം തന്നെ എഴുതി വെക്കുകയാണെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. കാരണം മനുഷ്യനാണല്ലോ ഇതെല്ലാം ഭൂമിയെ മുണ്ടിത ശിരസ്കയായി ഭ്രഷ്ടയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയെ തലമുണ്ടനം ചെയ്ത് ഇറക്കി വിട്ടതുപോലെ ആയിപ്പോയി. സ്വന്തം അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതുപോലെ അതേ ആയിട്ടാണ് ONV അതിനകത്ത് കവിതയിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് പരിസ്ഥിതി ഇത് ആഘോഷിക്കുമ്പോൾ അമ്മയ്ക്ക്, ഭൂമിദേവിക്ക് അമ്മയുടെ ഒരു സ്ഥാനമാണ്. അതൊന്നും ഒരുപക്ഷെ ഈ കമ്മ്യൂണിസ്റ്റുകാരങ്ങോട്ട് അത്രയും അല്ല. തൊഴിലാളി വർഗ പ്രസ്ഥാനം, തൊഴിലാളികൾക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുന്നവർ എന്ന് എപ്പോഴും പറയുമ്പോഴും കൃഷിമന്ത്രി ആയിരിക്കുന്ന അദ്ദേഹം ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഒരു കാലത്ത് വയലേലകളിൽ കൃഷി നടത്തിയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കർഷകരുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിന്. പക്ഷേ ഭരണം മാറി മാറി വന്ന് ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ എത്രയോ തവണ ഭരിച്ചിട്ട് ഓരോ തവണയും കൃഷിക്കാർക്ക് എന്ത് നേട്ടമാണോ ഉണ്ടായത്, കൃഷിക്കാരുണ്ടോ? ഇന്ന് കേരളത്തിലെ കൃഷിയുടെ അവസ്ഥ എന്താണ്? ഈ വയലുകളൊക്കെ നികത്തി വലിയ വലിയ ബിൽഡിങ്ങുകൾ നമ്മുടെ തലസ്ഥാനത്ത് തന്നെ നോക്കുമ്പോൾ അറിയാം. പല പാടങ്ങളും ഇന്ന് വലിയ വലിയ കെട്ടിടങ്ങളിൽ നിൽക്കുമ്പോൾ ഇതിനൊക്കെ അനുമതി കൊടുക്കുന്നത് ഇതേ മന്ത്രി വകുപ്പും ഇതേ സർക്കാരും തന്നെയാണ്. നമുക്കറിയാം തലസ്ഥാന നഗരത്തിലെ ആക്കുളം കായൽ പോലുള്ള ഇപ്പോഴും കുറേ എന്ത് ഭംഗിയുള്ള ഒരു നഗരമായിരുന്നു തലസ്ഥാനം. ഇപ്പം എല്ലാം വലിയ വലിയ ധനാഢ്യന്മാർ അല്ലെങ്കിൽ സമ്പത്തുള്ളവർ വന്ന് കയ്യേറി വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റ് സമുച്ചയങ്ങളും ഒക്കെ പണിതുകൊണ്ടിരിക്കുന്നു. കൃഷി എന്ന് പറയുന്ന സംഗതി ഉണ്ട്. കൃഷി വകുപ്പ് മന്ത്രി ഇരിക്കുന്നുണ്ട്, കുറേ കോടികൾ ബജറ്റിൽ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്, ഒന്നും നടത്തുന്നില്ല. ഭാരതാംബയെ അദ്ദേഹം വിളക്ക് കൊളുത്തിയിലും അറ്റ്ലീസ്റ്റ് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിന് വേണ്ടി ഇനി എന്തെങ്കിലുമൊക്കെ, ഇനിയിപ്പം ചെയ്യേണ്ട കാര്യമില്ല, 5-6 മാസം കൂടെ ഉള്ളൂ, എന്ത് ചെയ്ത് എന്നുള്ളത് സ്വയം ഒന്ന് വിചിന്തനം ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും അല്ലേ സാർ? ശരിയാണ്. കാരണം അല്ല, ഇപ്പോഴത്തെ കൃഷിമന്ത്രിക്ക് ഈ കൃഷിയെ സംരക്ഷിക്കണം എന്നൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. പി പ്രസാദാണ്. അതുകൊണ്ട് പി പ്രസാദിനെ അറിയപ്പെടുന്നത് തന്നെ പരിസ്ഥിതി പ്രസാദ് എന്നാണ്. ആറന്മുള വിമാനത്താവളം വരുന്നതിനെതിരെ സമരം ചെയ്ത ആ സമരസമിതിയുടെ കൺവീനർ കൂടിയാണ് മന്ത്രി പ്രസാദ്. പിന്നെ പാടത്തിറങ്ങി പണി ചെയ്യുന്ന കൂട്ടത്തിലൊക്കെയാണ്. പക്ഷേ പ്രസാദ് എത്രത്തോളം അധ്വാനിച്ചാലും ഈ കൃഷിയൊക്കെ നമുക്ക് എത്ര വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ ഇപ്പോൾ വളരെ സംശയത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് കേരളത്തിന് മാത്രമല്ലേ ഉള്ളൂ സാർ. നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ കൃഷിയിലേക്ക് തിരിയുകയാണ്. കാരണം ആഹാരം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല, ആഹാരം ഉണ്ടെങ്കിലല്ലേ മനുഷ്യൻ ഉണ്ടാവത്തുള്ളൂ. അപ്പം മനുഷ്യൻ തിരിച്ച് പ്രകൃതിയിലേക്ക് തിരിയുന്ന ഒരു സന്ദർഭത്തിൽ കേരളം പോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് 10 വർഷം LDF സർക്കാർ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ തന്നെ ഭരിച്ചിട്ട് കൃഷിമന്ത്രി ഇനി എത്ര പരിസ്ഥിതി, സാറ് പറയുന്നത് പോലെ എത്ര പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇത് കിട്ടുന്നിടത്ത് പലയിടത്തും കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് ഈ കൃഷിയൊക്കെ മൺമറഞ്ഞു പോകുന്നത്. ഇനി കേരളത്തിൽ അധികം നാളൊന്നും കൃഷി ഇല്ലല്ലോ. ഇനി നമുക്ക് കേട്ടറിവി പോലും ഇനി പാലക്കാടൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന വയനാട്ടിലൊക്കെ എന്തൊക്കെയോ സംഗതികളൊക്കെ നടത്തുന്നു എന്നല്ലാതെ പാടങ്ങളൊന്നും ഇപ്പോഴത്തെ തലമുറ ഈ തലമുറയ്ക്ക് അറിയാം. പാടം അല്ലെ വയൽ എന്ന് പറയുന്നത് സ്കൂളുകളിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി അവർ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയാണ് കാണിക്കുന്നത്, മക്കളെ ഇതാണ് വയൽ, ഇങ്ങനെയാണ് ഞാറ് നടന്നത്. പണ്ട് നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തി നോക്കുന്നത് കാണുന്ന വയലേലകളാണ്, കുട്ടികൾ കണ്ട് വളരുന്നതാണ്. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. 80s കിഡ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു, സാറിനും അതൊക്കെ അറിയാം. പക്ഷേ ഇന്നത്തെ തലമുറയെ സ്കൂളിലെ അധ്യാപകർക്ക് കൊണ്ടുവന്ന് കാണിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഒരുപക്ഷെ ഈ മാറി മാറിയുള്ള ഭരണം തന്നെയായിരിക്കും.